കുടിവെള്ള സ്രോതസ്സും അതിനുള്ള സംവിധാനങ്ങളും ഉണ്ടായിട്ടും ജനങ്ങൾക്ക് വെള്ളം ലഭിച്ചില്ലെങ്കിലോ? കാസർഗോഡ് ജില്ലയിലെ അടൂർ ബാലനെടുക്ക നിവാസികൾക്കാണ് കുടിവെള്ളത്തിനായി കുഴൽക്കിണറും മോട്ടറും ടാങ്കും സ്ഥാപിച്ചിട്ടും സാങ്കേതിക കാരണങ്ങളാൽ വെള്ളമെടുക്കാൻ കഴിയാതെ വരുന്നത്. ഇതിലേക്കുള്ള വൈദ്യുതി കണക്ഷൻ എടുക്കാൻ അധികൃതർ സാങ്കേതിക തടസ്സങ്ങൾ പറയുന്നതാണ് ജനങ്ങളുടെ ദുരിതത്തിന് കാരണം. വളരെയധികം യാദൃശ്ചികമായിട്ട് കണ്ട ഒരു വാർത്താ കുറിപ്പിനെ കുറിച്ച്, വീഡിയോഗ്രാഫിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. അതായത് പൊതുവേ നമ്മൾ കാസർഗോഡ് കാലഘട്ടങ്ങളോളമായിട്ട് നമ്മൾ അവഗണനകൾ അനുഭവിക്കുന്ന ഒരു ജനത കൂടിയാണ്. പ്രത്യേകിച്ചും നമ്മൾ ദേലമ്പാടി പഞ്ചായത്ത് മലയോര മേഖലയോട് കർണാടക ബോർഡർ ഷെയർ ചെയ്യുന്ന ഒരു ഗ്രാമപഞ്ചായത്തും കൂടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, മാസങ്ങൾക്ക് മുമ്പ് 24 ന്യൂസിൽ വന്ന ഒരു വാർത്തയുടെ അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. അതായത് അന്ന് വേനൽക്കാലത്ത് റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയിൽ, അതായത് അവരുടെ പ്രോഗ്രാം ഇങ്ങനെയായിരുന്നു: പൊതുജനം കഴുതയല്ല സർ. ആ പരിപാടിയിൽ വളരെ വ്യക്തമായിട്ട് ദേലമ്പാടി ഗ്രാമപഞ്ചായത്തിൻ്റെ അകത്തുള്ള ബാലനെടുക്ക എന്ന് പറയുന്ന പ്രദേശത്തെ കുടിവെള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഡിസ്കസ് ചെയ്യുന്ന ഒരു വിഷ്വലായിരുന്നു അത്. അപ്പോൾ അന്ന് അവർ റിപ്പോർട്ട് ചെയ്തത്, ആ വേനൽക്കാലത്ത് കുടിവെള്ളം ഇല്ലാത്ത സമയത്ത് അവിടെ കുഴൽ കിണറും മറ്റു സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, എന്നാൽ ചില സാങ്കേതിക കാരണങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് അവിടത്തേക്കുള്ള വൈദ്യുത കണക്ഷൻ ഇതുവരെയും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ബാലനെടുക്കത്തിനെ കുറിച്ച് പറയുമ്പോൾ, ഇപ്പോൾ അടൂരിൽ നിന്നും ഏവന്തൂർ പാണ്ടി വഴി പോകുന്ന ഒരുപാട് ബസ് റൂട്ടുകളൊന്നും ഉള്ള ഒരു മേഖലയല്ല. എപ്പോഴെങ്കിലും ഒരു ബസ്, 1-2 ബസ് പോവും. പിന്നെ ജീപ്പ് മാർഗം അല്ലെങ്കിൽ ഓട്ടോറിക്ഷ വഴിയാണ് അവർക്ക് ഈ ബാലനെടുക്കത്തിൻ്റെ അകത്തേക്ക് എത്തേണ്ടത്. അപ്പോൾ അത്രയും കാലഘട്ടങ്ങളോളമായിട്ട് അത്രയും വിഷമിച്ച് ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഒരുപാട് സാധാരണക്കാരായ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ബാലനെടുക്ക. അപ്പോൾ പറഞ്ഞു വരുന്നത്, പഞ്ചായത്തിൻ്റെയും മറ്റു ഭരണകൂടത്തിൻ്റെയും എല്ലാം സഹായം കൊണ്ട് അവർക്ക് കുഴൽ കിണറുകൾ കിട്ടിയിട്ടുണ്ട്, എന്നാൽ അതിൽ വെള്ളമുണ്ട്. പക്ഷെ ഒരു സാങ്കേതിക തകരാറ് എന്ന് പറയുന്നത് അവർക്ക് അവിടെ വൈദ്യുത കണക്ഷൻ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സംഭവമായിട്ട് ഞാൻ നമ്മുടെ അയൽനാട് ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ആൾക്കാരോട് അന്വേഷിച്ചപ്പോൾ പലപ്പോഴും പല കാര്യങ്ങളും സൂചിപ്പിച്ച് അന്വേഷിച്ച് നോക്കി. കാര്യം, ഗ്രാമസഭകൾ നടക്കും, അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ വാർഡ് മെമ്പറോട് കാര്യങ്ങൾ, ഈ പരാതികളും വിഷമങ്ങളും നിങ്ങൾ അറിയിച്ചിട്ടുണ്ടോ എന്നുള്ളത്. അതായത് ചെറിയൊരു കാര്യമാണ്, വെള്ളം ഇല്ല എന്നുള്ളത് മറ്റൊരു പ്രശ്നം, വെള്ളം കിട്ടിയില്ലെങ്കിൽ. പക്ഷേ കുഴൽ കിണർ വഴി വെള്ളം കിട്ടിയിട്ടുണ്ട്, എന്നാൽ മോട്ടർ വെച്ച് ഒരു 300 മീറ്ററോളം പൈപ്പ് ലൈന് വലിച്ച് വെള്ളം വേണ്ട അത്യാവശ്യക്കാർക്ക് എത്തിക്കാനുള്ള ഒരു സംവിധാനം നടക്കുന്നില്ല. അപ്പോൾ ഇതിലെ ഏറ്റവും വലിയൊരു അതിശയോക്തി എന്ന് പറയുമ്പോൾ, ഈ വാർഡിൻ്റെ മെമ്പർ ആര് എന്നുള്ള ചോദ്യത്തിന് അവർ പറഞ്ഞൊരു ഉത്തരം ഇതാണ്: ദേലമ്പാടി ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡൻ്റാണ് ഈ വാർഡിനെ പ്രതിനിധീകരിച്ച് പഞ്ചായത്തിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ ആൾക്കാർക്ക് അറിയുന്നില്ല ഞങ്ങൾ ആരോടാണ് വിഷമം പറയുക, ആരോടാണ് പരാതി പറയുക. പക്ഷെ ന്യൂസിൽ പോലും ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിട്ട് ഇന്നേ വരെയും ഇതിൻ്റെ ഒരു നീക്കുപോക്കുകൾ ഒന്നും തന്നെ നടന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ സാധാരണക്കാരായ കുറേ ആൾക്കാർ, അതിൽ ഈ ഒരു പഞ്ചായത്ത് മെമ്പറിനെ ഒരിക്കൽ നമ്മൾ വിജയിപ്പിച്ച് അയക്കുമ്പോൾ, നമ്മുടെ പ്രതിനിധാനം ചെയ്ത് പഞ്ചായത്തിലേക്ക് പോകുമ്പോൾ, പഞ്ചായത്തിലേക്ക് പോയ മെമ്പർക്ക് ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം അവിടുത്തെ സാധാരണക്കാരായ വോട്ടർമാരോട് ഉണ്ട്, എന്ത് തന്നെ പറഞ്ഞാലും. മാത്രവുമല്ല, ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ അടങ്ങുന്ന വാർഡിൽ ഒരു കുടിവെള്ളത്തിൻ്റെ ചെറിയൊരു പ്രശ്നം, KSEBയുമായി ബന്ധപ്പെട്ട സാങ്കേതികമായ എന്ത് ഇഷ്യൂ തന്നെ ഉണ്ടായിക്കോട്ടെ, അത് 1 മണിക്കൂറിലോ 1-2 ഫോൺ കോൾ പഞ്ചായത്ത് ഓഫീസിൻ്റെ അകത്ത് നിന്ന് വിളിച്ചാൽ തീരുന്ന പ്രശ്നമേ ഇതുള്ളൂ. അപ്പോൾ ഒരു ധാർമ്മികമായ ഒരു അവകാശ നിഷേധം കൂടിയാണ് ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനിയും ഇലക്ഷനുകൾ വരാനുണ്ട്, പഞ്ചായത്ത് ഇലക്ഷനും വരാൻ പോകുന്നുണ്ട്. എന്നാലും അവിടുത്തെ ജനങ്ങൾ പറയുന്നത്, ഞങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങളുടെ പാർട്ടി, ആ പാർട്ടിയുടെ വിജയം, അല്ലെങ്കിൽ ആ പാർട്ടിയെ മറ്റു രാഷ്ട്രീയ പാർട്ടികളോട് താരതമ്യം ചെയ്യുമ്പോൾ തോൽപ്പിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു വോട്ടെങ്കിലും കുറഞ്ഞു കാണാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അടുത്ത ഇനിയും ഒരു ഇലക്ഷൻ ഉണ്ടായിക്കോട്ടെ, തീർച്ചയായിട്ടും ഇതേ പാർട്ടിയുടെ ആൾക്കാരെ തന്നെ ശരിക്കും ഓരോ വോട്ടർമാരും വോട്ട് ചെയ്ത് പഞ്ചായത്തിലേക്ക് അയക്കും. പക്ഷേ ഏറ്റവും കുറഞ്ഞ പക്ഷം
ഇവരുടെ ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്കൊരു എയർപോർട്ട് വേണമെന്ന് പറയുന്നില്ല, യൂണിവേഴ്സിറ്റി കോളേജുകൾ വേണമെന്ന് പറയുന്നില്ല, പോർട്ട് വേണമെന്ന് പറയുന്നില്ല. അതൊന്നുമല്ല, സാധാരണക്കാരായ ഇവിടുത്തെ 2 പട്ടികജാതി കോളനി ഉൾപ്പെടെ 100-ലധികം കുടുംബങ്ങളുള്ള, അംഗൻവാടിയുള്ള ഈ ഒരു ഗ്രാമത്തിലേക്ക് വെറും ഒരു വെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ വലിച്ച് ഒരു കണക്ഷൻ തരണമെന്ന് മാത്രമാണ് ഇവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. മാത്രമല്ല, ഇവിടെ അന്വേഷിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്, ഒരുപക്ഷെ ദേലമ്പാടി പഞ്ചായത്തിൻ്റെ പ്രത്യേകതയാണോ എന്താണെന്ന് അറിയില്ല, ശക്തമായ ഒരു പ്രതിപക്ഷമില്ല എന്നുള്ളതാണ്. പലപ്പോഴും ഭരണകക്ഷികൾ ഇരിക്കുന്ന പലരിലും പല വികസന പ്രവർത്തനങ്ങൾ ഇല്ലാതെ വരുമ്പോൾ ഒരുപക്ഷെ അത് ചൂണ്ടിക്കാണിക്കുക, അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ തിരക്കുകൾ കാരണം അവർ പല കാര്യങ്ങൾ മറന്നു പോകുമ്പോൾ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ വികസനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം ഭരണകൂടത്തിനെ പോലെ തന്നെ പ്രതിപക്ഷത്തിന് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ പ്രതിപക്ഷത്തിൻ്റെ ശക്തമായ ഒരു ഇടപെടലുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ദേലമ്പാടി പഞ്ചായത്തിലെ ഈ ബാലനടുക്കയിൽ ഈ സാധാരണക്കാർക്ക് വേണ്ടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട ഭരണകൂടത്തിലെ ഭരണം നിർവഹിക്കുന്ന ആൾക്കാർ ചെയ്യേണ്ടത്, ഒരുപക്ഷെ ദേലമ്പാടി പഞ്ചായത്തിൻ്റെ മറ്റു വികസന കാര്യങ്ങളിൽ വളരെയധികം തിരക്ക് പിടിച്ചു പോകുന്ന ഒരു ഭരണകൂടം ആയതുകൊണ്ടായിരിക്കാം ഈ പാവപ്പെട്ട ജനങ്ങളുടെ അവസ്ഥ അറിയാതെ പോയത്. എന്നിരുന്നാലും സ്വന്തം, അതായത് മനസ്സിലാക്കേണ്ടത്, പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കാൻ വേണ്ടി അവസരം നൽകിയ ആ പാവപ്പെട്ട വോട്ടർമാരെ അതൊരിക്കലും മറക്കരുത്. അവർക്ക് മറ്റൊന്നുമല്ല വേണ്ടത്, അടിയന്തരമായിട്ട് ഈ കുടിവെള്ള പദ്ധതി, അല്ലെങ്കിൽ അത് ഓൾറെഡി നടന്നതിൻ്റെ 95% പണികളും നടന്ന് ഇനി ഒരു പൈപ്പ് ലൈൻ വലിച്ച് ഇലക്ട്രിസിറ്റി കണക്ഷൻ എടുത്ത് കൊടുക്കുക ആണെങ്കിൽ അവിടുത്തെ ആ ജനങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അമൂല്യമായ ഒരു കാര്യം കൂടിയാണ്. കാര്യം ഇത് വസ്തുതയുടെ അടിസ്ഥാനത്തിൽ പറയുകയാണ്. ഏതൊരു രാഷ്ട്രീയ പാർട്ടിയോ രാഷ്ട്രീയ കക്ഷിയോ വ്യക്തിപരമായിട്ട് ആരെയോ ആക്ഷേപിക്കാനോ മറ്റൊന്നുമല്ല. കാര്യം ഇത് പൊതുമധ്യത്തിലേക്ക് അല്ലെങ്കിൽ മുഖ്യധാര വാർത്താ മാധ്യമങ്ങളിലേക്ക് ഇത് വരുന്നില്ല. ഒരുപക്ഷെ അവർക്ക് പറയാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് ഞങ്ങൾ വിജയിപ്പിച്ചയച്ച ഞങ്ങളുടെ പ്രസിഡൻ്റാണ് ഞങ്ങൾക്ക് വേണ്ടി ഇത് കൊണ്ടുവന്ന് തരേണ്ടത്. അപ്പോൾ അവർക്കതിന് സമയമില്ല എന്ന് പറയുമ്പോൾ പരാതി പറയാനുള്ള അവസരം കൂടിയാണ് ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത്. അപ്പോൾ ഇത് കാണുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കിയും കൊണ്ട് ഭരണകൂടം വളരെ ശക്തമായി അടിയന്തരമായി യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇതിനൊരു തീരുമാനം എടുത്തുകൊണ്ട് ഏറ്റവും കുറഞ്ഞ പക്ഷം അവരുടെ കുടിവെള്ളം എങ്കിലും ഉറപ്പുവരുത്തണം.